എൻ്റെ പേര് മെറിൽ. ഞാൻ എറണാകുളം ജില്ലയിലെ സെന്റ് ജോസഫ് ഇടവകമാണ്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 7 വർഷമായി. എനിക്ക് കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഒത്തിരി ഹോസ്പിറ്റലിൽ ഒത്തിരി ട്രീറ്റ്മെൻറ്റ് എടുത്തായിരുന്നു. ഫലമൊന്നും കണ്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു കസിൻ സിസ്റ്റർ വഴി ഞാൻ ബിന്ദു സിസ്റ്ററിൻ്റെ പ്രയർ കൂട്ടായ്മയെ പറ്റി കേൾക്കുന്നതും അതിൽ ചേർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയതും. പ്രാർത്ഥനയുടെ ഇടയിൽ സിസ്റ്റർ ഒരു ദിവസം എൻ്റെ പേര് പറയുകയും എനിക്ക് 2 കുഞ്ഞുങ്ങളെ ദൈവം തരുന്നത് കാണുകയും ചെയ്തെന്ന് പറഞ്ഞു. 8 മാസം തന്നെ ഞാൻ ഗർഭിണിയായി. എനിക്ക് ദൈവം 2 കുഞ്ഞുങ്ങളെ തന്നു. ഞാൻ ഇതിനെ ദൈവത്തോട് കൃതജ്ഞത അർപ്പിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനം വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 17 വാക്യങ്ങൾ. യേശു അവരോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. അവർ ഉടനെ വല ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചു. ശിഷ്യന്മാരോട് മാത്രം കർത്താവ് പറഞ്ഞൊരു വാഗ്ദാനമല്ല ഇത് ലോകത്ത് ജനിച്ചിരിക്കുന്ന സകലരോടും കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുവിൻ, എന്നെ അനുഗമിക്കുവിൻ. നമ്മളുടെ ഈ ജീവിതത്തിന് ഒരു വിലയുണ്ട്. ഇതാണ് കർത്താവിനെ അനുഗമിക്കുക. കർത്താവിനെ അനുഗമിക്കുന്നതിലൂടെ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ മനുഷ്യരെ പിടിക്കുന്നവരാവുക എന്നതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നല്ല മുക്കുവർ എത്രമാത്രം മീൻ പിടിച്ചോ അങ്ങനെ അവരുടെ ജീവിതം വിജയിച്ചിരിക്കുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം ആത്മാക്കളെ നേടിയോ അത്രമാത്രം നമ്മളുടെ ജീവിതം സമ്പൽ സമൃദ്ധമാകും. ആത്മീയ ജീവിതം, ആത്മീയതയ്ക്ക് എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുവോ 1 സാമുവേൽ 2:30 കർത്താവ് പറയുന്നു, ഇതാ എന്നെ ആദരിക്കുന്നവനെ ഞാനും ആദരിക്കും. അപ്പോൾ രണ്ടും ഈക്വലായിട്ടാണ് മുന്നേറുക. ഇന്നിവിടെ കർത്താവ് പറയാണ്, എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നമ്മൾ എന്തെല്ലാം ചെയ്തുവോ അതെല്ലാം നമ്മളുടെ ജീവിതത്തിൽ സ്വർഗത്തിലുള്ള നിക്ഷേപം. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷം 4-ാം അധ്യായം 36-ാം വാക്യം ഇങ്ങനെയാണ്, കൊയ്യുന്നവന് കൂലി കിട്ടുന്നു, നിത്യജീവിതത്തിൽ അവൻ ഫലം ശേഖരിക്കുന്നു. എന്തുമാത്രം ആത്മീയതയ്ക്ക് വേണ്ടിയുള്ള ശേഖരണം, ഫലം നമ്മൾ ശേഖരിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനമുള്ള കാര്യം. ഈശോയുടെ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അത് ശേഖരിക്കപ്പെടും. അതെങ്ങനെ ശേഖരിക്കപ്പെടുമെന്നറിയാം. 2 മക്കബയർ 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഇങ്ങനെയാണ്, ഇതാ ജെറമ്യാ പ്രവാചകൻ കർത്താവിൻ്റെ അരുൾപ്പാടനുസരിച്ച് ജെറമ്യാ പ്രവാചകൻ പറഞ്ഞു, വാഗ്ദാന പേടകവും ധൂപപീഠവും കൂടാരവും കൊണ്ടുവരിക. എന്നിട്ട് മോശ കയറിയ മലയിലേക്ക് കയറിപ്പോയി അവിടെ ഒരു ഗുഹയിൽ അത് മറച്ചു വെച്ചു. അത് അവിടെ വെച്ച് ആ ദ്വാരം അടച്ചിട്ട് ജെറമ്യാ പ്രവാചകൻ തിരിച്ചു വന്നു. ഇനി ഈ വാഗ്ദാന പേടകവും കൂടാരവും ധൂപപീഠവും കാണുന്നത് വെളിപാടിൻ്റെ പുസ്തകം 11-ാം അധ്യായം 19-ാം വാക്യത്തിലാണ്. അപ്പോൾ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ആലയം തുറക്കപ്പെട്ടു. അപ്പോൾ അവിടുത്തെ വാഗ്ദാന പേടകം കാണായി. എവിടെ വെച്ചതാണ് ഈ വാഗ്ദാന പേടകം? ജെറമ്യാ പ്രവാചകൻ ഒരു മോശകേറിയ മലയിലേക്ക് കയറിപ്പോയി അവിടെ ഒരു ഗുഹ കണ്ടു. അതിനകത്ത് വാഗ്ദാനപേടവും കൂടാരവും ധൂപപീഠവും വെച്ച് അടച്ചു. ഇതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിൽ നിത്യജീവിതത്തിന് വേണ്ടി എന്തെല്ലാം നമ്മൾ ശേഖരിക്കുന്നുണ്ടോ അതെല്ലാം ഒരു ഗുഹയിൽ എന്ന പോലെ നമ്മൾ മരിച്ചടക്കുമ്പോൾ അതവിടെ അവസാനിക്കുന്നില്ല. ആ ഗുഹയിൽ എന്ന പോലെ അത് അടയ്ക്കപ്പെടും. അത് പിന്നെ നമ്മൾ കാണുന്നത് സ്വർഗത്തിൽ ദൈവത്തിനോടൊത്ത് ദൂതന്മാരോടൊത്ത് അത് കാണപ്പെടും. നമ്മൾ ചെയ്ത പ്രവൃത്തികൾ, അതാണ് സൽപ്രവൃത്തികൾ നമ്മളുടെ കൂടെ പോരുമെന്ന് പറയുന്നത്. സൽപ്രവൃത്തികൾ ചെയ്യുക മർത്തി അലസത കൂടാതെ. എന്ത് ദൈവത്തിന് വേണ്ടി നമ്മൾ ചെയ്തിട്ടുണ്ടോ അത് നമ്മളുടെ കൂടെ പോരും. പൗലോസ് ലീഗ കൊറിന്തോസിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, സ്വർണം കൊണ്ട് അത് നമുക്ക് പണിയാം, വെള്ളി കൊണ്ട് പണിയാം, പുല്ലുകൊണ്ട് പണിയാം. ഓരോരുത്തരുടെയും അധ്വാനം ദൈവത്തിൻ്റെ മുന്നിൽ വെളിവാക്കപ്പെടും. ഇവിടെ ജെറമ്യാ പ്രവാചകൻ വാഗ്ദാന പേടകവും ധൂപപീഠവും കൂടാരവും നമ്മളുടെ ജീവിതത്തിൽ നിത്യജീവന് വേണ്ടി നമ്മൾ എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ അത് മുഴുവൻ, അതാണ് വാഗ്ദാന പേടകം, ധൂപപീഠം, ഇതാ കൂടാരം. ദൈവികതയുടെ പല ആത്മീയ മേഖലകളാണ്. അത് മുഴുവനും എവിടെ ശേഖരിക്കപ്പെടുന്നു? ഇതാ ഒരു ഗുഹയിൽ എന്ന പോലെ ശേഖരിക്കപ്പെടുന്നു. അതാണ് ഓരോ മനുഷ്യൻ്റെയും മരണ സമയത്ത് അത് ഗുഹയിൽ എന്ന പോലെ ശേഖരിക്കപ്പെടുന്നു. അവസാനിക്കുന്നില്ല അവിടെ, അത് കാണപ്പെടും. എവിടെ? വാഗ്ദാന പേടകം സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ആലയം തുറക്കപ്പെട്ടപ്പോൾ കണ്ടതുപോലെ കാണപ്പെടും. വെളിപാട് 11:19 ഇതാ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ആലയം തുറക്കപ്പെട്ടു, വാഗ്ദാന പേടകവും അവിടെ കാണായി, അവിടെ കാണും. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും.
അതുകൊണ്ടാണ് നമ്മളുടെ ഈ ജീവിതത്തിൽ ആത്മീയതയ്ക്ക് വേണ്ടി കർത്താവ് നമ്മളോട് പറഞ്ഞു, നിത്യജീവന് വേണ്ടി ഫലം ശേഖരിക്കുവാൻ. കൊയ്യുന്നവന് കൂലി കിട്ടുന്നു, നിത്യജീവിതത്തിന് അവൻ ഫലം ശേഖരിക്കുന്നു. ഇന്ന് കർത്താവ് നമ്മളോട് പറയാണ്, എന്നെ അനുഗമിക്കുക. ഒരു ആത്മീയതയിൽ നമ്മൾ എന്താ ചെയ്യേണ്ടേ, എങ്ങനെയാണ് വളരുക എന്ന് ചോദിച്ചാൽ കർത്താവ് പറയും, ഒന്നും ചെയ്യാനില്ല, എന്നെ അനുഗമിക്കുക, എൻ്റെ കൂടെ നടക്കുക, എന്നെ അനുഗമിക്കുക. അതാണ് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്, ആരെന്നിലും അവനിലും വസിക്കുന്നുവോ അവനേറെ ഫലം പുറപ്പെടുവിക്കും. നിസ്സാര കാര്യമാണ് നമ്മുടെ ആത്മീയത എന്ന് കരുതരുത്. നമ്മൾ ഫലം ശേഖരിക്കേണ്ടവരാണ്. കൊയ്യുന്നവന് കൂലി കിട്ടുന്നു, നിത്യജീവിതത്തിന് വേണ്ടി ഫലം ശേഖരിക്കണം. അത് എത്രമാത്രം ശേഖരിച്ചു എന്ന് കർത്താവ് നോക്കും, അതിന് പ്രതിഫലമുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം, നീതിമാന്മാർ സ്വർഗരാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും. നമ്മൾക്ക് എന്തുമാത്രം പ്രകാശമുണ്ടെന്ന് നമ്മൾ അറിയണം. ആ പ്രകാശം എന്തുമാത്രം നമുക്കുണ്ടോ അത് അവിടെ വെളിവാകും. ഇവിടെ നമ്മൾ ചെയ്ത പ്രവൃത്തി ചിലപ്പോൾ ആരും കാണാതെ അടച്ചു വെച്ചാലും, നല്ല പ്രവൃത്തിയാണെങ്കിലും പൊട്ട പ്രവൃത്തിയാണെങ്കിലും, സ്വർഗത്തിൽ ദേവാലയം തുറക്കപ്പെടുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് കാണപ്പെടും, ആ സമയത്ത് അതെല്ലാം വെളിവാക്കപ്പെടും. അതാണ് നീതിമാന്മാർ ദൈവത്തിൻ്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും. അനേകരെ നീതിയിലേക്ക് പ്രവേശിപ്പിച്ച നീതിമാന്മാർ, അനേകരെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിപ്പിച്ച നീതിമാന്മാർ സ്വർഗരാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും. നമ്മളുടെയൊക്കെ പ്രകാശം എന്തുമാത്രം ഉണ്ടെന്ന് നമ്മൾ നോക്കണം. ഒരു ചെറിയ പ്രകാശമെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സ്വർഗരാജ്യത്ത് പ്രവേശിക്കുള്ളൂ. 1 യോഹന്നാൻ 1:7 പറയുന്നു, അവിടുന്ന് പ്രകാശത്തിലായിരിക്കുന്ന പോലെ നിങ്ങൾ പ്രകാശത്തിലാണെങ്കിൽ നിങ്ങൾക്ക് അവിടത്തോട് കൂട്ടായ്മയുണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് കൂട്ടായ്മ ഉണ്ടാവില്ല. നമ്മൾ അവിടുത്തെ സന്നിധിയിലേക്ക് പ്രവേശിക്കുകയില്ല. പ്രകാശം ഉണ്ടായിരിക്കണം. ദൈവത്തിൻ്റെ പ്രകാശം നമ്മളിൽ ഉണ്ടായിരിക്കണം. എത്രമാത്രം പ്രകാശമുണ്ടോ അതനുസരിച്ചാണ് നമ്മൾ സ്വീകരിക്കുക. ഇവിടുന്ന് പ്രകാശത്തിലായിരിക്കുന്ന പോലെ നിങ്ങൾ പ്രകാശത്തിലാണെങ്കിൽ നിങ്ങൾക്ക് അവിടത്തോട് കൂട്ടായ്മയുണ്ടാവും. ഇല്ലെങ്കിൽ നമുക്ക് കൂട്ടായ്മ ഉണ്ടാവുക പോലുമില്ല, നമ്മൾ സ്വീകരിക്കുക പോലും ഇല്ല എന്നാണ് വചനം പറയുന്നത്. അന്ധകാരമായിരിക്കുന്ന നമ്മളെ കർത്താവ് സ്വീകരിക്കുമെന്ന് വിചാരിക്കരുത്. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ ഇങ്ങനെ കാണാം, ദൈവത്തെ ആരാധിക്കുക, അവിടുത്തെ ഇഷ്ടം പ്രവർത്തിക്കുന്നതിൻ്റെ പ്രാർത്ഥന അവിടെ നിന്ന് കേൾക്കുന്നു. നമ്മുടെ പ്രാർത്ഥന കേൾക്കാത്തതിൻ്റെ കാരണം എന്താണ്? ദൈവത്തെ ആരാധിക്കുക, ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നില്ല. ഇഷ്ടം പ്രവർത്തിക്കണം. നമ്മളിൽ വെളിച്ചം, അവിടെ നിന്ന് പ്രകാശത്തിലായിരിക്കുന്ന പോലെ നമ്മൾ പ്രകാശത്തിൽ വസിക്കണം. അപ്പോൾ നമ്മളിൽ പ്രകാശം ഉണ്ടാകുമ്പോൾ അവിടുത്തോട് നമുക്ക് കൂട്ടായ്മയുണ്ടാകും. ഇല്ലെങ്കിൽ നമ്മൾ ഉപേക്ഷിക്കപ്പെടും. ഏത് പ്രവൃത്തിയാണ് നമ്മൾ ചെയ്തതെങ്കിലും അത് സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുന്ന സമയത്ത് വെളിവാക്കപ്പെടും. സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കുന്ന സമയത്ത് അത് വെളിവാക്കപ്പെടും. ഓരോരുത്തരും ചെയ്ത പ്രവൃത്തികൾക്കനുസരിച്ച് പ്രതിഫലം ലഭിക്കും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 25-ാം അധ്യായത്തിൽ കന്യകമാരുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ജെറമ്യാ പ്രവാചകന്റെ അതേ വചനത്തിൻ്റെ മറ്റൊരു എക്സ്പ്ലനേഷനാണത്. ഇതാ കന്യകമാർ കിടന്നുറങ്ങി, അതായത് അവർ മരിച്ചു, കിടന്നുറങ്ങി. ഇതാ അന്ത്യവിധിയുടെ കാഹളം മുഴങ്ങുന്നു, എല്ലാവരും എഴുന്നേറ്റു, മണവാളം വരുന്നു, എല്ലാവരും എഴുന്നേറ്റിട്ട് വിളക്കുകൾ കത്തിക്കാൻ നോക്കി. അതാണ് ഈശോ പറഞ്ഞത്, ജെറമ്യാ പ്രവാചകൻ അവിടെ അടച്ചു വെച്ച ധൂപപീഠവും കൂടാരവും കാണപ്പെടുന്നത് പിന്നെ സ്വർഗത്തിൽ ദേവാലയം തുറക്കപ്പെടുന്നു, അപ്പോഴാണ് കാണപ്പെടുന്നത്. അതുപോലെ നമ്മൾ അപ്പോൾ വിളക്കുകൾ കത്തിക്കാൻ നോക്കിയിട്ട് കാര്യമില്ല. വിളക്കുകൾ കത്തിക്കേണ്ടത്, വിളക്കുകളിൽ എണ്ണ ശേഖരിക്കേണ്ടത് ജീവിച്ചിരിക്കുമ്പോൾ എണ്ണ ശേഖരിക്കണം, ജീവിച്ചിരിക്കുമ്പോൾ ആത്മീയത ശേഖരിക്കണം, ജീവിച്ചിരിക്കുമ്പോൾ കൊയ്യണം. കൊയ്യുന്നവന് കൂലി കിട്ടുന്നു, നിത്യജീവന് വേണ്ടി ഫലം ശേഖരിക്കുന്നു. കൊയ്തെടുത്ത് അനേകം ഫലങ്ങൾ നിത്യജീവന് വേണ്ടി ശേഖരിക്കണം. ആത്മീയതയ്ക്ക് വേണ്ടി നമ്മൾ എന്തു ചെയ്തു എന്ന് നമ്മൾ തന്നെ അറിയണം. 25-ാം അധ്യായം, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം, ഇതാ കന്യകമാരുടെ 5 കന്യകമാർ വിവേകമുള്ളവരും 5 കന്യകമാർ വിവേകമില്ലാത്തവരും. വിവേകമുള്ള കന്യകമാർ എണ്ണ ശേഖരിച്ചിരുന്നു, അവർ വിളക്കുകൾ കത്തിച്ചു. വിവേകമില്ലാത്ത കന്യകമാർ, അതായത് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ദൈവികതയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല. അവരുടെ വിളക്കിൽ ഒരു അംശം പോലും എണ്ണയില്ല, വിളക്കിൽ എണ്ണയില്ല, വെളിച്ചമില്ല, ഒട്ടും തന്നെ വെളിച്ചമില്ല. അവർ പുറത്ത് വാങ്ങാൻ പോയപ്പോൾ വാതിലുകൾ അടയ്ക്കപ്പെട്ടു.
കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ അറിയുക പോലുമില്ല. നമ്മൾ അറിയണം, ഒരു ആത്മീയതയ്ക്ക് ഭയങ്കര വിലയുണ്ട്. നിത്യജീവനാണ് നമ്മൾ നഷ്ടപ്പെടുന്നത്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 8:36 കാണാം, ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ നമുക്കെന്ത് പ്രയോജനം? ആത്മീയത ആരംഭിക്കണം. ദൈവരാജ്യം വളർത്താനുള്ള ശുശ്രൂഷകൾ എങ്ങനെ ചെയ്യാം, എന്തൊക്കെ നമുക്ക് പ്രവർത്തിക്കാം, എങ്ങനെ വചനം നമ്മളിൽ നിറയ്ക്കാമെന്ന് നമ്മൾ നോക്കണം. വചനം നിറയുന്നതിലൂടെയാണ് നമ്മൾ വേറൊരു വ്യക്തിയായിട്ട് മാറുന്നത്. വചനം നിറഞ്ഞാണ് ആ വ്യക്തിയിൽ ആത്മീയത രൂപപ്പെടുന്നത്. വിശുദ്ധ മാർക്കോസിന്റെ ശേഷം 12:24 കാണാം, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തതുകൊണ്ട് നിങ്ങൾക്ക് തെറ്റുപറ്റുന്നു. അപ്പോൾ വിശുദ്ധ ലിഖിതം അറിയുക, വിശുദ്ധ ലിഖിതം അറിഞ്ഞ്, വിശുദ്ധ ലിഖിതം നിറഞ്ഞ് നമ്മൾക്ക് തെറ്റുകളിൽ നിന്ന് നമുക്ക് മാറാൻ പറ്റും. നമ്മുടെ അന്ധകാരത്തിൻ്റെ കാരണം എന്താണ്? നമ്മുടെ തിന്മകളാണ്. ഈ തിന്മകളിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷ നേടാം? വചനം പഠിച്ച്, വചനം നിറച്ച് വചനം നിറഞ്ഞ വ്യക്തിയെ പിശാചിന് തട്ടിയിടാൻ സാധ്യമല്ല. കാരണം അവനിൽ ജീവനുണ്ട്, ആ ജീവൻ മനുഷ്യർ വെളിച്ചമാണ്, ആ വെളിച്ചം പ്രകാശിക്കുന്നു. അപ്പോൾ നമ്മൾ കുറച്ചെങ്കിലും വെളിച്ചമുണ്ടെങ്കിൽ സ്വർഗ്ഗരാജ്യത്ത് പ്രവേശിക്കും. എന്താണ് വെളിച്ചം? ദൈവവചനമാണ് വെളിച്ചം. അവനിൽ ജീവനുണ്ട്, ആ ജീവൻ മനുഷ്യർ വെളിച്ചമാണ്, ആ വെളിച്ചം പ്രകാശിക്കുന്നു. ആ വെളിച്ചമുള്ളവനാണ് എവിടെ പ്രവേശിക്കുക? സ്വർഗ്ഗരാജ്യത്ത് പ്രവേശിക്കുക. ഈ വെളിച്ചം എന്താണ്? വചനം വെളിച്ചമാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം 4-5 വാക്യങ്ങൾ, അവനിൽ ജീവനുണ്ട്, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമാണ്, ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു. അപ്പോൾ വെളിച്ചമുള്ളവനാണ് കർത്താവിനോട് ഒന്നായി ചേരുക. ബാക്കിയുള്ളവർ ഉപേക്ഷിക്കപ്പെടും. കർത്താവുമായിട്ട് ഒന്നായി ചേരുന്നവർ ആരാണ്? വെളിച്ചമുള്ളവരാണ്, വചനമുള്ളവരാണ്. വചനം നിറച്ച് അനേകം വചനം നിറച്ച് വെക്കണം തല നിറയെ. വചനമുള്ള വ്യക്തിക്ക് പാപത്തെ മനസ്സിലാവും. വചനമില്ലാത്ത വ്യക്തി പറയും, സാരില്ല, ചെറിയ തെറ്റൊക്കെ ചെയ്യാം. വചനമുള്ള വ്യക്തിയോട് കർത്താവ് പറയും, പ്രഭാഷകൻ 21:2 പറയും, സർപ്പത്തിൽ നിന്ന പോലെ പാപത്തിൽ നിന്ന് ഓടിയകലുക എന്ന് പറയും. അവൻ ഓടുകയും ചെയ്യും. വചനം തലയിലില്ലാത്ത വ്യക്തി അത് പാമ്പാണെന്ന് മനസ്സിലാവില്ല. വരുന്നത് തിന്മയാണെന്നും കൊല്ലാനും മോഷ്ടിക്കാനും നശിപ്പിക്കാനുമാണ് സാത്താൻ വരുന്നതെന്നും ആ വ്യക്തിക്ക് അറിഞ്ഞുകൂടാ, അവന് മനസ്സിലാവുകയില്ല. നമ്മളിലൊരു ആത്മീയത വേണം. വിവേകമുള്ള കന്യകമാരെ പോലെ ഒരു ദൈവികത നമ്മളിൽ ഉണ്ടായിരിക്കണം. ആ ദൈവികതയ്ക്ക് വലിയ വിലയുണ്ട്. ആ ദൈവികത നമ്മൾ മരിക്കുമ്പോൾ ശേഖരിക്കപ്പെടുന്നു. പിന്നെ അത് കാണുന്നത് സ്വർഗത്തിൽ കാണപ്പെടും. കൊയ്യുന്നവന് കൂലി കിട്ടുന്നു, നിത്യജീവന് വേണ്ടി ഫലം ശേഖരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മൾ അതാണ് നമ്മൾ ഇന്ന് ധ്യാനിച്ച വചനം. അതാണ് ഈശോ നമ്മളോട് പറയുന്നത്, എന്നെ അനുഗമിക്കുക. ഇനി എങ്ങനെ ഈ ആത്മീയതയെ വളരുമെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ കാര്യം വചനം നിറയ്ക്കുക, നിങ്ങളിൽ പ്രകാശം നിറയും. രണ്ടാമത്തെ കാര്യം ഈശോ നമ്മളോട് പറയും, എന്നെ അനുഗമിക്കുക, വേറെ ഒന്നും ചെയ്യാനില്ല. എൻ്റെ കൂടെ നടക്കുക. എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ നടക്കുക. ആത്മീയതയുടെ അടിസ്ഥാനം ഇതാണ്, എൻ്റെ കൂടെ നടക്കുക. ആത്മീയത അടിസ്ഥാനം ഇതാണ്, എൻ്റെ കൂടെ നടക്കുക എന്നാണ് ആത്മീയതയുടെ അടിസ്ഥാനം. വെളിപാട് 19-ാം അധ്യായത്തിൽ നമുക്കിങ്ങനെ കാണാം, മണവാട്ടി ഇത് അണിഞ്ഞൊരുങ്ങി വസ്ത്രം ധരിച്ചു വരുന്നു. എന്നിട്ട് അടുത്ത വചനം എങ്ങനെയാണ്? വിശുദ്ധരുടെ സൽപ്രവൃത്തികളാണ് അവളുടെ വസ്ത്രം. നമ്മളെല്ലാം അണിഞ്ഞൊരുങ്ങി കർത്താവിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു സമയമുണ്ട്. നമ്മൾക്ക് തന്നെ അപ്പോൾ മനസ്സിലാവും, ഒന്നുകിൽ നമ്മുടെ വസ്ത്രം മുഴുവനും ചെളിയും ചാണകവും പുഴുക്കളായിരിക്കും, അല്ലെങ്കിൽ നമ്മളുടെ വസ്ത്രം മുഴുവനും രത്നങ്ങൾ നിറഞ്ഞ വസ്ത്രങ്ങൾ, നല്ല തൂവെള്ള മണവാട്ടിമാർ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു വസ്ത്രമായിരിക്കും. മൃദുലവും ശോഭയേറിയതുമായ വസ്ത്രം അവൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അടുത്ത വചനം എങ്ങനെയാണ്? വിശുദ്ധരുടെ സൽപ്രവൃത്തികളാണ് ആ വസ്ത്രം. നമ്മൾ ദൈവത്തിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മളുടെ വസ്ത്രം എങ്ങനെയുള്ളതായിരിക്കും എന്ന് ലോകം മുഴുവനും കാണും. എങ്ങനത്തെ വിവാഹ വസ്ത്രമാണ് നമ്മൾ ധരിച്ചിരിക്കുന്നതെന്ന് ലോകം മുഴുവനും കാണും. ഇനി വിവാഹ വസ്ത്രം ധരിക്കാത്തവരെ പുറത്തേക്ക് വലിച്ചെറിയുമെന്ന് മത്തായിയുടെ സുവിശേഷത്തിലും കാണാം. വിവാഹ വസ്ത്രം ധരിക്കാതെ ആരാണ് അകത്ത് പ്രവേശിച്ചത്, അവനെ പുറത്ത് അന്ധകാരത്തിലേക്ക് എറിയുവിനെന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലും കാണാം. നമ്മുടെ പ്രവൃത്തികൾക്ക് പ്രതിഫലമുണ്ട്. കർത്താവിനെ അനുഗമിക്കുക, നമ്മുടെ ജീവിതത്തിൽ വചനം നിറയ്ക്കുക. ഓരോ ദിവസവും യേശുവോട് ചോദിക്കണം, വചനം നൽകണേ. അങ്ങനെയാണ് വെളിച്ചം നിറഞ്ഞാണ് ഒരു വ്യക്തി വെളിച്ചമായി മാറുക.
അവിടെ നിന്ന് പ്രകാശത്തിലായിരിക്കുന്ന പോലെ നിങ്ങൾ പ്രകാശത്തിലാണെങ്കിൽ നിങ്ങൾക്ക് അവിടുത്തോട് കൂട്ടായ്മ ഉണ്ടാവും. ഇല്ലെങ്കിൽ നമുക്ക് ദൈവത്തിനോട് കൂട്ടായ്മ ഉണ്ടാവില്ല. അതിൻ്റെ അർത്ഥം സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുകയില്ല. ഇന്ന് എന്തൊക്കെയാണ് നമ്മൾ ധ്യാനിച്ചത്? ഇതാ ജെറമ്യാ പ്രവാചകൻ 2 മക്കബായർ 2-ാം അധ്യായം 4-ാം വാക്യം. ജെറമ്യാ പ്രവാചകൻ മോശ കയറിയ മലയിലേക്ക് കയറിപ്പോയി അവിടെ ഒരു ഗുഹ കണ്ടു. അതിനകത്ത് ധൂപപീഠവും കൂടാരവും വാഗ്ദാന പേടകവും അവിടെ വെച്ച് അടച്ചു. പിന്നെ അത് കാണുന്നത് വെളിപാട് 11:19 നമുക്ക് കാണാം. അവിടെ വാഗ്ദാന പേടകം കാണായി. സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെട്ടിട്ട് അവിടെ വാഗ്ദാന പേടകം കാണാം. അതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്ത പ്രവൃത്തികൾ മരിക്കുമ്പോൾ അടയ്ക്കപ്പെടും. പക്ഷേ അതെവിടെ കാണും? അത് സ്വർഗത്തിൽ കാണപ്പെടും. വിശുദ്ധ മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിലും ഈശോ പറയാണ്, കന്യകമാരെ പോലെ, വിവേകമുള്ള കന്യകമാരെ പോലെ നമ്മൾ വിശുദ്ധരായിരിക്കുക, ശുശ്രൂഷകൾ ചെയ്യുക, ദൈവത്തിൻ്റെ ആത്മീയതയ്ക്ക് പ്രാധാന്യം കൊടുക്കുക. ആത്മീയതയ്ക്ക് വിലയുണ്ട്. ആത്മീയതയിലൂടെ നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നുണ്ട്. അത് ഈ ലോകത്ത് മാത്രം വെച്ചല്ല, അടുത്ത ലോകത്തേക്കൊരു സമ്പാദ്യം നമുക്ക് വേണം. ഇനി അവിടെ വെച്ച് നമുക്ക് ലഭിക്കുന്ന കൃപകൾ എല്ലാവരുടെയും മുന്നിൽ കാണപ്പെടും. അത് തന്നെയാണ് വെളിപാട് 19 പറയുന്നത്. കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്ന് സമീപിച്ചിരിക്കുന്നു, മണവാട്ടി അണിഞ്ഞൊരുങ്ങിക്കഴിഞ്ഞു, വിശുദ്ധ വസ്ത്രം അവൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അത് വിശുദ്ധരുടെ സൽപ്രവൃത്തികളാണ്. നമ്മുടെ ജീവിതത്തെ നമ്മൾ മാറ്റിമറിക്കണം. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. പരിശുദ്ധാത്മാവ് ഓരോ വചനത്തിലൂടെയും നിങ്ങളിലേക്ക് ഇറങ്ങി വരും. ഓരോ വചനത്തിൻ്റെ സമയത്തും അനന്തമായ അനുഗ്രഹങ്ങൾ വർഷിക്കപ്പെടും. അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടാകും. വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടാകും. ഈ നിമിഷം നിങ്ങൾ പ്രാർത്ഥിക്കുക, കണ്ണുകൾ അടയ്ക്കുക. പരിശുദ്ധാത്മാവെ ഞങ്ങൾ ഇറങ്ങി വരണേ എന്ന് ആഗ്രഹിക്കുക. രോഗങ്ങളോടുത്ത് കരം വയ്ക്കുക. ഈ ലിങ്ക് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. ലോകസുവിശേഷവൽക്കരണത്തിന് പ്രവർത്തിക്കുക. നിങ്ങൾക്കൊരു രോഗശാന്തി, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ നിയോഗങ്ങളിൽ കർത്താവ് അനുഗ്രഹിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്ത് ദൈവത്തെ സാക്ഷ്യപ്പെടുത്തുക. ഞങ്ങൾ നടത്തുന്ന ഒരു പ്രാർത്ഥന സൂം മീറ്റിംഗ് ഉണ്ട്. അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഈ യൂട്യൂബിൽ നമ്മൾ എത്ര പേര് കണ്ടു എന്ന് എഴുതിയിരിക്കുന്നിടത്ത് മോർ എന്ന് കാണാം. അവിടെ അതാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സ്. അതിൽ ടച്ച് ചെയ്താൽ ഈ ഞങ്ങൾ നടത്തുന്ന പ്രാർത്ഥനയുടെ ലിങ്ക് കിട്ടും. അതിൽ എല്ലാ ദിവസവും 2 മണിക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിൽ സംഭവിക്കുന്ന സാക്ഷ്യങ്ങളാണ് ഈ വചനത്തിനോടൊപ്പം വലിയ സാക്ഷ്യങ്ങൾ നിങ്ങൾക്കായിട്ട് ഇടുന്നത്. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.